സംസ്ഥാനത്ത് സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വർദ്ധിച്ചു. പവന് 1880 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന് 1,04,800 രൂപയായി. ഗ്രാമിന് 235 രൂപയാണ് കൂടിയത്. ഇന്നലെ മാത്രം 4 തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റം വന്നത്. ഇന്നലെ രാവിലെ കുത്തനെ ഇടിഞ്ഞു, രാത്രി കുതിച്ചുയർന്നു. ഇന്ന് രാവിലെ വീണ്ടും കുത്തനെ താഴ്ചയിലേക്ക്. എന്നാൽ ഉച്ചയ്ക്ക് സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടം. അതെ, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കന്റെ പൊന്നെ എന്ന് സ്വർണ്ണാഭരണ പ്രേമികൾ പറയുന്നു. ഉച്ചയോടെ ഒറ്റയടിക്കാണ് 1880 രൂപ കൂടിയിരിക്കുന്നത്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില തിരിച്ചു കയറിയിരിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ സ്വർണ്ണവില 1,00,000-ന് മുകളിലെത്തി സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം രേഖപ്പെടുത്തുകയാണ്. രാവിലെ പവന് ഒറ്റയടിക്ക് 2,160 രൂപയാണ് കുറഞ്ഞത്. എന്നാൽ ഇന്ന് സ്വർണം വാങ്ങാമെന്ന് പ്ലാൻ ചെയ്തവർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ഇരുട്ടടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, ഉച്ചയോടെ തിരിച്ചു കയറിയിരിക്കുകയാണ് സ്വർണ്ണവില. 1880 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,04,800 രൂപയിലും എത്തി. ഗ്രാമിന് 235 രൂപ കൂടി 13,160 രൂപയിലും വ്യാപാരം നടക്കുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ 1,00,000-ന് താഴെ എത്തിയ സ്വർണ്ണവില കണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ആശ്വസിച്ചു. എന്നാൽ വൈകിട്ടോടെ വീണ്ടും തിരിച്ച് 1,00,000-ന് മുകളിലേക്ക് സ്വർണ്ണവില എത്തി. തുടർന്ന് രാത്രിയോടെ വീണ്ടും ഉയർന്ന് 1,05,000-ന് മുകളിലെത്തി. ഇതാദ്യമായാണ് രാത്രിയെല്ലാം സ്വർണ്ണവില മാറുന്നത്. എന്നാൽ ഇപ്പോൾ ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഒരു ദിവസം 1, 2, 3, 4 വട്ടമൊക്കെ സ്വർണ്ണവില ചാഞ്ചാടുകയാണ്. ഇത് വ്യാപാരികൾക്കിടയിലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. ഇന്നലെ വലിയ തോതിലുള്ള ചാഞ്ചാട്ടം വിപണിയിൽ ദൃശ്യമായി. രാവിലെയും ഉച്ചയ്ക്കുമായി 7,000-ലധികം രൂപയാണ് ഇടിഞ്ഞത്. എന്നാൽ സ്വർണ്ണവില തിരിച്ചു കയറിയത് ചെറിയൊരു ആശങ്കയ്ക്കും വഴിവെച്ചിട്ടുണ്ട്. വില കൂടി മാർച്ച് അവസാനം എത്തുമ്പോൾ 2,00,000-ലേക്ക് എത്തുമോ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. യുദ്ധം അവസാനിക്കുന്നതിന് ഇറാനുമായി ചർച്ച നടത്തുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ തുടർന്നാണ് ഈ വ്യാപാരത്തിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് എണ്ണവില 15% ഇടിഞ്ഞതിന് പിന്നാലെയാണ് സ്വർണ്ണവില തിരിച്ചു കയറിയതെന്നും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കി എണ്ണവില ബാരലിന് $110 കടന്നും കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിന്റെ പ്രതിഫലം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില താഴ്ചയിലേക്കും എത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടക്കത്തിൽ വൻ കുതിപ്പ് നടത്തിയ സ്വർണ്ണവില പിന്നീട് ഇടിയുന്നതാണ് കണ്ടതും. എന്തായാലും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടിയതും സ്വർണ്ണവില 1,00,000 കടന്ന് കുതിക്കാൻ കാരണമായെന്ന് വിദഗ്ധർ പറയുന്നു. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ പ്രധാന വലിയ റെക്കോർഡ്. 2025 ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി എല്ലാവരെയും ഞെട്ടിച്ച് 1,00,000 കടന്നതും. ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിലും കൈപൊള്ളുമെന്ന് ഉറപ്പാണ്. സാധാരണക്കാരന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത വിലയിൽ തന്നെയാണ് ഇന്ന് സ്വർണ്ണവിലയുള്ളത്. അതായത് പുതുക്കിയ വിപണി വിലയ്ക്കൊപ്പം 22 ക്യാരറ്റിന് ചുരുങ്ങിയത് 5% നിരക്കിൽ പണിക്കൂലിയും സ്വർണത്തിനും പണിക്കൂലിക്കും മേൽ ഈടാക്കുന്ന GSTയും ഹോൾമാർക്കിംഗ് ചാർജ് 45 രൂപയും അതിന്മേൽ ഈടാക്കുന്ന 18% GST എന്നിവയെല്ലാം ചേർത്താൽ ഒരു പവൻ ആഭരണം വാങ്ങുന്നതിന് ചുരുക്കി പറഞ്ഞാൽ 1,07,997 രൂപയെങ്കിലും നൽകേണ്ടി വരും. എന്നാൽ ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് വലിയ മാറ്റം തന്നെ പണിക്കൂലിയിൽ വ്യത്യാസം വന്നേക്കാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.